നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കൈമ റൈസ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതേപോലെ ചിക്കൻ വറുക്കാതെ ഇട്ടിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബിരിയാണി റെഡിയാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 6 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. 4 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒത്തിരി നൈസാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കരുത്. കുറച്ചൊരു കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയായിട്ടുള്ളത് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചതച്ച പരുവത്തിനുള്ളത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ പൊടി ഐറ്റംസ് ഞാൻ വളരെ കുറവാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി അങ്ങോട്ട് പുളിയുടെ ആവശ്യമൊന്നുമില്ല. 1 തക്കാളി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ 6 കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ചും കൂടിയും വെള്ളം ഇതിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് വേവേണ്ടത്. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിക്ക് നമ്മൾ ചിക്കനെല്ലാം വെന്ത് ഉടഞ്ഞങ്ങ് പോവും. പിന്നെ വെള്ളം വറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് തിള വരുമ്പോൾ തന്നെ അത്യാവശ്യം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ചിക്കൻ റെഡിയായി കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് റൈസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലും കുറച്ച് നെയ്യും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി കുതിർക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇതിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഡബിളായിട്ട് 5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളമോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ റൈസ് റെഡിയായി കിട്ടും. ഒരു 1/4 ഭാഗം വേവായാൽ മതി. ബാക്കി വരുന്നത് ദമ്മിടുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി. ബാക്കി ദമ്മിടുമ്പോൾ അതിൻ്റെ കൂടെ റെഡിയായി കിട്ടും. ഇപ്പോൾ ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. രണ്ടും ഒരേ സമയം കൊണ്ട് തന്നെ റെഡിയായി വരണമെങ്കിൽ ചൂട് അങ്ങനെ നിൽക്കുള്ളൂ. ചോറ് ഒത്തിരി മുന്നേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചിക്കനെല്ലാം ആകുമ്പോഴത്തേന് ചോറ് തണുത്ത് പോവും. അപ്പോൾ ദമ്മിടുമ്പോൾ അങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല. ചൂടോടെ തന്നെ വേണം ദമ്മിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ആ വെള്ളത്തിൽ തന്നെയാണ് കിടന്നിട്ട് ചിക്കൻ വെന്തിട്ടുള്ളത്. അപ്പോൾ ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് വലിയ ഉള്ളി വറുത്ത് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചിക്കൻ എടുത്തിട്ട് മാറ്റിയിട്ടില്ല. ആ ഒരു അടിയിലുള്ള ആ മസാല എല്ലാം അടിയിൽ തന്നെയാണ് കുറച്ച് വെള്ളത്തോടുക്കനെ കിടക്കുന്നത്. ഇനി അതിൽ കിടന്നിട്ട് തന്നെയാണ് ചെറുതീയിൽ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൽ കിടന്നിട്ട് അത് തിളച്ചിട്ട് അതിൽ കിടന്നിട്ട് ആ ആവിയെല്ലാം ഇതിൻ്റെ ചോറിൻ്റെ മുകളിലേക്കെല്ലാം വരണം.
ആ ഒരു പരുവത്തിനെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ദമ്മിടുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം. ചിക്കൻ്റെ ആ ഒരു ഗ്രേവി കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ദമ്മിട്ട് കൊടുക്കാനായിട്ട്. ചെറുതീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം എപ്പോഴും ദമ്മിട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ സ്റ്റവിൻ്റെ മേലെ ഏതെങ്കിലും ഒരു പാത്രം, ഒരു പഴയ ഫ്രൈ പാൻ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ദമ്മിട്ടിട്ടുള്ള പാത്രം കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ സേഫായിട്ട് ഇരുന്നോളും. ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ എത്ര വേണമെങ്കിലും വയ്ക്കാം. ദമ്മിടും തോറും നല്ല ടേസ്റ്റാണ് ചോറിന്. അതിന് ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം, കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കണം. എന്നാലേ ദമ്മിട്ട് കഴിഞ്ഞാൽ നന്നാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ദമ്മിടുമ്പോൾ അടിയിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ തന്നെ ദമ്മിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.